വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോ എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടറിയാം, എവിടേക്കൊക്കെ പോവാൻ വേണ്ടിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. അതെ ഗൈസ്, ഞാനും അസറും പോവാണ്. അതിനു വേണ്ടിയിട്ടുള്ള പാക്കിങ്ങിലാണ് ഞങ്ങളപ്പോ. അതായത് നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോ കുറെ സാധനങ്ങളൊക്കെ അസറും മുന്നേ ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് നിന്ന ടൈമിൽ മേടിച്ചത് ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനത്തെ ആ സാധനങ്ങളൊക്കെ നമ്മൾ കുറെയൊക്കെ പൊടി തട്ടി എടുത്തിട്ടുണ്ട്. അല്ലാതെ കുറെ സാധനങ്ങളൊക്കെ പുതിയതാണ് ഗൈസ്. നമുക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയതും അല്ലാതെ ഉമ്മി മേടിച്ചതും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോ ഞങ്ങൾ പാക്ക് ചെയ്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട സ്റ്റൗ ആണ്. കണ്ടോ, പീജേണ്ട നല്ല പുത്തൻ സ്റ്റൗ. ഇതിന്റെ സാധനങ്ങളും ബർണറൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. കണ്ടോ, പുത്തൻ സാധനമാണ് ഇത്. ഇതിന്റെ റെഗുലേറ്ററും അസർക്കാന്ന് പുതിയത് മേടിച്ചത് കൊണ്ട് ഇപ്പൊ വലിയ ഗുണമായി ഗൈസ്. കണ്ടോ, ഈ മീൻ കൊണ്ടുപോകാൻ വെച്ചിരിക്കുന്ന എന്റെ കേട്ടോ. അസറു പണ്ട് ഫ്ലാറ്റിൽ യൂസ് ചെയ്തിരുന്ന 2 പാത്രങ്ങളാണ് ഗൈസ്. ഇതിലാണ് അസറു ഫ്രൈഡ് റൈസ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒരു മിക്സി ഗൈസ്. ഇതിന്റെ ജാർ എവിടെയാന്ന് ഇനി കണ്ടുപിടിക്കണം. നമ്മൾ പോകുന്ന സ്ഥലത്ത് ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ബാക്കി നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഒക്കെ നമ്മൾ തന്നെ കൊണ്ടുപോകണം. അതായത് നമുക്ക് ഫുഡ് വെച്ച് കഴിക്കാനുള്ള സാധനങ്ങളും പാത്രങ്ങളും അതൊക്കെ നമ്മൾ കൊണ്ടുപോകണം. അല്ലാതെ ബേസിക് ആയിട്ട് എല്ലായിടത്തും ഉണ്ടാകുന്ന സാധനങ്ങൾ അവിടെ ഉണ്ട് ഗൈസ്. പിന്നെ ഒരു റൈസ് കുക്കർ. എനിക്ക് ചോറില്ലാതെ പറ്റൂല. ഞാനൊരു ചോറിന്റെ ഫാനാണ്. അപ്പോൾ എനിക്ക് മൂക്കുമുട്ട ചോറുണ്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഉമ്മയുടെ പുതിയ റെഡ് കളർ റൈസ് കുക്കർ എനിക്ക് ഗിഫ്റ്റ് ആയി തന്നു. ഇത് വലുതാണല്ലോ. നല്ല വലുതാ. അപ്പൊ എന്താ, നല്ല പൊളി റൈസ് കുക്കറാ. റൈസ് കുക്കർ അതിനകത്ത് കലമൊക്കെ വരുമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളർ. നല്ല റെഡ് കളർ. ഇതാണ് അതിന്റെ കലം. ഉള്ളിൽ തന്നെ കലവും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് അടച്ചു വെക്കാം. അടുത്തതായി ഇത് അസറു എന്നോ മേടിച്ചതാണെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അതെ, ഇന്റീരിയറിന്റെ കടയിൽ പോയപ്പോഴത്തേക്ക് ഞാൻ അവിടെ കുറച്ച് ഗ്ലാസുകൾ നല്ല വൈബോട് കൂടിയ ഗ്ലാസുകൾ കണ്ടു. അപ്പൊ ഞാനിത് ഉമ്മിക്ക് ഞെട്ടിക്കാൻ വേണ്ടിട്ട് അസ്നയൊക്കെ ഞെട്ടും വെച്ച് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്ത് ചെയ്യും, നമ്മളത്ര ഒരു എന്താ ഒരു വൈബ് അവരുടെ മൈൻഡിലില്ല. മീൻസ് ഒരു ആന്റിക് രീതിയിലുള്ള ഒരു കണ്ടംപററി മോഡലൊന്നും ഇത് ചേരത്തില്ല. ഇത് ഈ ട്രഡീഷണൽ ടൈപ്പ് ഡിസൈൻഡ് വീടുകളിലാണ് ഇങ്ങനത്തെ ഗ്ലാസ്. പിന്നെ ഞാനിത് മെയിൻ ആയിട്ടും ചായ കുടിക്കാനാണ് ഇത് മേടിച്ചുകൊണ്ട് വന്നത്. ഇതിനകത്ത് ചായ ഒഴിക്കുമ്പോൾ ആർക്കും ഒന്നും മണപ്പിക്കാൻ പോലും ഇല്ല. സോ അതുകൊണ്ടാണ് ഇവർ മെയിൻ ആയിട്ട് ഇത് ഇഗ്നോർ ചെയ്തത്. പിന്നെ ഗൈസ്, പാന്. ഇത് നമ്മൾ ഓക്സിജനിൽ എന്തോ ടാബ് ഐപാഡ് എന്തോ മേടിച്ചപ്പോ ഫ്രീ കിട്ടിയതാണ്. ഓ, അതാണല്ലേ ഓക്സിജൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവരുടെ തന്നെ പ്രിന്റുള്ള പാൻ. അതോടെ പാൻ മേടിക്കേണ്ടി വന്നില്ല. പിന്നെ ഉമ്മി ഇവിടേക്ക് മേടിച്ചു വെച്ച ടിന്നുകള് ഒരു 5-6 ഉണ്ടായിരുന്നു. പുത്തൻ ടിന്ന്. മല്ലിപ്പൊടി, മുളക് പൊടി, പഞ്ചസാര, ചായപ്പൊടി ഒക്കെ ടിന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കിത് മേടിക്കേണ്ടി വന്നില്ല. നമ്മുടെ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയിട്ട് ഉമ്മി എടുത്തു വെച്ചിരുന്നതാണ്. അത് ഞങ്ങൾക്ക് തന്നു വിടുവാണ്. ഒരു ഡിന്നർ സെറ്റ് ആണ് ഗൈസ്. ഇതൊരു 23 പീസ് ഉണ്ടാവും. ഉപ്പും കുരുമുളകും ഇടുന്ന സാധനം വരെ. Oh my goodness. ബൗളുകൾ, പ്ലേറ്റുകൾ കണ്ടോ. പിന്നെ ഇതുണ്ട് ചെറിയ പ്ലേറ്റുകൾ. അങ്ങനത്തെ ഒരു 23 സെറ്റ് വരുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഇത് നമുക്ക് അതുപോലെ അടച്ചു വെക്കാം. കാരണം നമുക്കിനി കുറെ ട്രാവൽ ചെയ്യാനുണ്ട് ഗൈസ്. നമ്മൾ നാടും വരെ വിട്ടാ പോകുന്നത്. അപ്പൊ നമുക്കിത് ഓക്കെ. പിന്നെ ഇത് പാത്രം കഴുകുന്നത്. ഇത് ഉമ്മി ഒരുമിച്ച് ലുലുവില് പോയപ്പോ 3 മേടിച്ചിരുന്നു. അതിൽ നിന്ന് 1 ഞങ്ങളങ്ങ് ചൂണ്ടി. ഏസ്തെറ്റിക്കലി എന്റെ കൂടെ നടന്ന് ഏസ്തെറ്റിക്സ് കണ്ടുപിടിച്ചിട്ടുണ്ടോ. ഇതുപോലത്തെ ഏസ്തെറ്റിക് രൂപേണയുള്ള സാധനങ്ങളും സ്പാച്ചുലയൊക്കെ അസറു മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ വീണ്ടും പൊടി തട്ടി എടുത്തു. ഇത് നമ്മളിങ്ങനെ പൂരിയോ എന്തെങ്കിലുമൊക്കെ പൊരിക്കുമ്പോ ഇങ്ങനെ കോരി എടുക്കാൻ വേണ്ടിട്ട്. നീ പൊരിക്കൂലേടാ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത്. പിന്നെ ഇത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തായ അസറുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇസ്മായിൽ ഗിഫ്റ്റ് ചെയ്തായിരുന്നു. ഇത് ഫ്ലാറ്റിലായിരുന്ന ടൈമിൽ ഗിഫ്റ്റ് ചെയ്തായിരുന്നു. ഒരു ഫേബറിന്റെ ബ്ലെൻഡർ ആണ് ഗൈസ്. അതിന്റെ കൂടെ നമുക്ക്
ജിമ്മിലൊക്കെ പോവാണെങ്കിൽ ബ്ലെൻഡ് ചെയ്തിട്ട് സാധനങ്ങൾ ഇത് വെച്ച് അടച്ചിട്ട് നമുക്ക് ഇങ്ങനെ തുറന്നാൽ കുടിക്കാൻ പറ്റുന്ന സാധനങ്ങളും ഇതിന്റെ കൂടെ അവർ തരുന്നുണ്ട്. ഇങ്ങനെ ഞങ്ങൾക്കും വരുന്ന ഗസ്റ്റിനും ചായ കുടിക്കാൻ ചായ ഗ്ലാസ് ആണ്. ഇത് ഉപയോഗിക്കാറില്ല ഇരുന്ന്. അത് നമ്മളിങ്ങനെ നമ്മുടെ ഒരു കേരളത്തിലൊരു സംസ്കാരം അതാണല്ലോ, നല്ല ഗ്ലാസുകളൊക്കെ ഷോക്കേസിൽ കയറ്റി വെക്കും. അതുകൊണ്ട് നമുക്കിപ്പോ പോവാനായിട്ടൊരു പുതിയ ഗ്ലാസ് മേടിക്കേണ്ടി വരും. നമ്മൾ അങ്ങനല്ല കേട്ടോ ഗൈസ്, നമ്മള് നല്ല ഗ്ലാസുകളിൽ തന്നെയാണ് ചായ കുടിക്കാൻ പോകുന്നത്. പിന്നെ ഗൈസ് ഇതൊരു ജ്യൂസ് ഗ്ലാസിന്റെ സെറ്റ് ആണ്. അതും പുറത്തെടുക്കണ്ട, ഇത് കഴുകി എടുക്കണം. ബിക്കോസ് ഇതുവരെ പൊട്ടിക്കിട്ടില്ല. പെട്ടി ഉണ്ടാ തന്നെ നിങ്ങൾക്ക് അറിയാം. അരിപ്പൊടി ഗൈസ് എനിക്ക് ചോറ് പോലെ തന്നെ വളരെ പ്രിയപ്പെട്ടതാണ് പുട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടേക്ക് വേണ്ടി മേടിച്ച ആവീസിന്റെ 5 കിലോയുടെ പുട്ടുപൊടി. അപ്പൊ ഇതുവരെ എനിക്ക് പ്രിയപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നും നീ മേടിച്ചില്ല. നിനക്ക് വേണ്ടത് അപ്പം, ദോശ, അതൊക്കെ നമ്മൾ ബാറ്റർ. കാരണം ഒരാളല്ലേ ഉള്ളൂ, ഒരാളല്ലേ ഉള്ളൂ. നിമൈലിന്റെ ഫ്ലോർ ക്ലീനർ ഇത് ഞങ്ങൾ ലുലുവിൽ പോയപ്പോ ഇവിടേക്ക് മേടിച്ചതാണ്. ഇപ്പൊ ഞങ്ങക്ക് കൊണ്ടുപോകാനുള്ള ഒരു സന്ദർഭം വന്നപ്പോ ഉമ്മി പറഞ്ഞു ഇത് എടുത്തോന്ന് പറഞ്ഞു. ആന്റിക് മോഡൽ ചായ സെറ്റ്, കപ്പിന്റെ ഒരു സെറ്റാണ് ഗസ്. കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗസ്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഡൈനിങ് ടേബിളിലൊക്കെ ഇത് വെച്ചിട്ട് കുറച്ച് ചായ വെച്ചിട്ട് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു ജഗ് ഉണ്ട്, അത് കാണിച്ചു കൊടുക്കും ഉണ്ടല്ലേ, നമ്മുടെ അലാവുദ്ദീന്റെ അത്ഭുതങ്ങളൊക്കെ പോലെ. പക്ഷെ ഇതിനകത്ത് എന്താണ് മെയിൻ ആയിട്ട് ഇതുപോലത്തെ സാധനത്തിൽ ഇട്ട് വെക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. കാരണം എന്തായാലും വെള്ളം ഒന്നും ഇതിൽ ഒഴിച്ചു വെക്കത്തില്ല. കാരണം ഇതിനകത്ത് ഒരു കപ്പിനുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് എന്തായിരിക്കും ഇതിനകത്ത് അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അച്ചാറും ഇടത്തില്ലല്ലോ. കപ്പും സോസർ സെറ്റ് ആണ് ഗൈസ്. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് നമ്മള് പാത്രങ്ങൾ നമ്മളുടെ ഇപ്പൊ കൈവശം ഉള്ളത്. ഇനി നമുക്ക് പൊടികൾ, അരികൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. പിന്നെ നമുക്ക് ഡ്രസ്സ് പാക്ക് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് അടുക്കളയിലത്തെ നമ്മുടെ ഏകദേശം പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണം. പിന്നെ നമ്മള് പുറത്ത് സാധനങ്ങൾ മേടിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഡ്രസ്സ് പാക്ക് ചെയ്യാം. ഞങ്ങളപ്പോ പോവാൻ റെഡിയായി, എല്ലാം വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് പോവാൻ റെഡിയായി. ഞാൻ ഫുൾ കോസ്റ്റ്യൂം ഒക്കെ സെറ്റായി, യാത്രയൊക്കെ പറഞ്ഞു എല്ലാവരുടെ അടുത്തും. പിന്നെ ഇപ്പൊ എങ്ങോട്ടേക്കാ പോകുന്നേ, എന്തിനാ പോകുന്നേ, ഏതാ സ്ഥലം എന്നൊക്കെ നമ്മള് പറയുന്നതായിരിക്കും അടുത്ത വ്ളോഗില്. അപ്പൊ ഞാൻ പോവാണ്.